ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മണ്ഡപത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ കൺവെൻഷന്റെ 2ാം ദിനത്തിൽ പ്രവർത്തകരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു മോദി. അടുത്ത 100 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ വോട്ടർമാരിലേക്കും ഇറങ്ങിച്ചെല്ലണമെന്ന് മോദി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ 18ാം ലോക്സഭയിലേക്ക് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന യുവാക്കളിലേക്കും പുതിയ വോട്ടർമാരിലേക്കും എത്തിച്ചേരാൻ പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. BJP വീണ്ടും അധികാരത്തിലെത്തുമെന്നും എല്ലാവർക്കും ഉറപ്പായി. വിദേശ രാജ്യങ്ങൾക്ക് വരെ ഇത് ബോധ്യമായി. അതിന്റെ തെളിവാണ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലേക്ക് വരെ ഉഭയകക്ഷി ചർച്ചകൾക്കടക്കമുള്ള ക്ഷണം വന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും പരിശ്രമം ഒത്തുചേരുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാനുള്ള പരമാവധി സീറ്റുകളും BJP നേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വരുന്ന 5 വർഷങ്ങൾ നിർണായകമാണ്. ഒരു വലിയ കുതിച്ചാട്ടം നടത്താൻ ഈ സമയത്ത് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. 3ാം തവണയും BJPയുടെ ഭരണം ഉണ്ടാകണം. 370 സീറ്റ് എന്ന ലക്ഷ്യം മറികടക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. 10 വർഷത്തെ ക്ലീൻ ഇമേജും 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതും ചെറുതോ എളുപ്പമുള്ളതോ ആയ നേട്ടമായിരുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി 3ാം വട്ടവും ഭരണം ആവശ്യപ്പെടുന്നില്ല. എല്ലാവരുടെയും ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, മോദി പറഞ്ഞു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്ത്യക്കകത്ത് മാത്രമല്ല, ആഗോളതലത്തിൽ ജനങ്ങൾക്ക് അഭിമാനം തോന്നുന്ന തരത്തിൽ രാഷ്ട്രീയത്തിന് ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കുന്നതിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രവർത്തനത്തിന് സാധിച്ചെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രശംസിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.